ഇൻഫിനിക്സ് മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ന്യൂ നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. നമുക്ക് പലതരത്തിലുള്ള നമ്പേഴ്സ് അറിയാം. നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്താ 1, 2, 3, 4 അങ്ങനെ എക്സെട്ര ഇൻഫിനിറ്റിലോട്ട് പോകുന്ന നമ്പേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ സീറോ കൂടെ ആഡ് ചെയ്യുമ്പോൾ 0, 1, 2, 3 എക്സെട്ര അങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇന്റീജേഴ്സിനെ അറിയാം. ഇന്റീജേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഹോൾ നമ്പേഴ്സിന്റെ കൂടെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള -1, -2 അങ്ങനെ ഇങ്ങോട്ടൂടെ പോകുന്നത്. അത്തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇന്റീജേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് റാഷണൽ നമ്പേഴ്സ് അറിയാം അല്ലേ. എന്താണ് റാഷണൽ നമ്പേഴ്സ്? ദ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി റിട്ടേൺ ഇൻ ദ ഫോം p/q. p/q ഫോമിൽ എഴുതാൻ പറ്റണം. വേർ പിയും ക്യൂവും ഇന്റീജേഴ്സ് ആയിരിക്കണം, q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അങ്ങനെ അത്തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1/2, 3/4, 4/3, അതുപോലെ 2, 3 അങ്ങനെയുള്ള നമ്പേഴ്സ് എല്ലാം എന്താ റാഷണൽ നമ്പേഴ്സ് ആണ്. ഇനി അടുത്തായിട്ട് വരാൻ പോകുന്നതാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഈ ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. എന്താ ഈ p/q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ്, നമ്പേഴ്സ് വിച്ച് cannot be written in the form p/q. അത്തരത്തിലുള്ള നമ്പേഴ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ √2, √3, √5. അപ്പൊ ഇത്തരത്തിലുള്ള ഇറാഷണൽ നമ്പേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോ നമ്മൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു തിയറം ഉണ്ട്. അതാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. അപ്പൊ പൈതഗോറസ് തിയറം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പൈതഗോറസ് തിയറം എന്താണെന്ന് നോക്കാം. പൈതഗോറസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്? ഒരു ആംഗിൾ 90 ഡിഗ്രി വരുന്ന ട്രയാങ്കിളിന് നമ്മൾ പറയുന്ന പേരാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പൊ നോക്കിക്കേ, ഈ ABC എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണല്ലോ. കാരണം എന്തത് ഇവിടെ 90 ഡിഗ്രി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ABC എന്ന് പറയുന്നത് എന്താണ് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ മറ്റൊരു പ്രത്യേകത നോക്കാം. ഈ 90 ഡിഗ്രിയുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് അല്ലെ, ഇവിടെ എന്താ AC ആണ്. ആ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പോട്ടന്യൂസ്. നമുക്ക് H എന്ന് ഡിനോട്ട് ചെയ്യാം. മനസ്സിലായോ? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിനെ പറയുന്ന പേരാണ് ഹൈപ്പോട്ടന്യൂസ്. ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് ഏതാ? അപ്പോ AC ആണ് ഹൈപ്പോട്ടന്യൂസ്. ഈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഏറ്റവും നീളം കൂടിയ സൈഡ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഇനി ബാക്കി രണ്ട് സൈഡ് ഉണ്ടല്ലോ, 90 ഡിഗ്രിയോട് ചേർന്ന് വരുന്ന ഈ രണ്ട് സൈഡും, ഈ രണ്ട് സൈഡിനെയും നമ്മൾ രണ്ടിനെയും കൂടെ ചേർത്തിട്ട് നമ്മൾ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയും. അതായത് ഇവിടുത്തെ പെർപെൻഡിക്കുലർ സൈഡ്സ് ഏതൊക്കെയാ? AB-യും BC-യും ഇവിടുത്തെ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്. മനസ്സിലായല്ലോ? ഇനി ഈ BC ഇവിടെ കിടക്കുന്ന ഈ ഒരു സൈഡിന് നമ്മൾ ബേസ് എന്നും പറയും. ഈ AB-നെ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്നും പറയും. ഈ ഓൾട്ടിറ്റ്യൂഡും ബേസിനെയും കൂടി രണ്ടിനെയും നമ്മൾ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ഓൾട്ടിറ്റ്യൂഡിന് നമുക്ക് A എന്ന് ഡിനോട്ട് ചെയ്യാം, ബേസിന് നമ്മൾ B എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പൈതഗോറസ് തിയറം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇനി റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളില് ഈ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ആയിരിക്കും. മനസ്സിലായോ? ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഈ ഒരു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് കാണുന്നതെങ്കിൽ അതെന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. മനസ്സിലായോ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അതുപോലെ ബേസ് സ്ക്വയർ ആണ് കാണേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? ബേസ് സ്ക്വയർ ഇസ് ഇക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. മനസ്സിലായോ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇത് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ അല്ലേ A സ്ക്വയർ പ്ലസ് B സ്ക്വയർ? അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കാണും? ഹൈപ്പോട്ടന്യൂസ് ഇസ് ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. മനസ്സിലായോ? ഇതിനകത്ത് ഓൾട്ടിറ്റ്യൂഡ്, ഇത് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് കാണാൻ പറഞ്ഞ എന്താ ചെയ്യുക? സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അതുപോലെ ഇവിടെ ബേസ് സ്ക്വയർ ആണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് A സ്ക്വയർ. അപ്പൊ നമ്മൾക്ക് ബേസ് കാണാൻ പറഞ്ഞ എങ്ങനെയാ? ബേസ് ഈസ് ഇക്വൽ ടു
സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ, പൈതഗോറസ് തിയറം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത് കുറച്ചുകൂടെ ക്ലിയർ ആകാൻ വേണ്ടി നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ ഇതിനകത്ത് നമുക്കൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എ ബി സി തന്നിട്ടുണ്ട്. എ ബി എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്, ബി സി എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. നമ്മുടെ അടുത്ത് എ സി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് എ സി. നമുക്കറിയാം ഇവിടെ എ സി എന്ന് പറയുന്നത് എന്താണ്, ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ, പൈതഗോറസ് തിയറം വെച്ചിട്ട്. ബൈ പൈതഗോറസ് തിയറം ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ആണ്. അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എ സി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, ഇവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ബി അല്ലേ, അപ്പോ എ ബി സ്ക്വയർ പ്ലസ് ബേസ് എന്ന് പറയുന്നത് ബി സി, ബി സി സ്ക്വയർ. എ ബി സ്ക്വയർ എന്ന് പറയുന്നത് എത്ര, ഇവിടുത്തെ എ ബി എന്ന് പറയുന്നത് 1 യൂണിറ്റ് അല്ലേ, അപ്പൊ 1 സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറയുന്നത് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് 1 ഇസ് ഈക്വൽ ടു റൂട്ട് 2 യൂണിറ്റ്സ്. മനസ്സിലായോ കണ്ടുപിടിച്ചത്? നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. ഇനി അടുത്തത് നമുക്ക് അടുത്തൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, പി ക്യു ആർ. ഇവിടെയാണ് 90 ഡിഗ്രി വന്നിരിക്കുന്നത്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇത് ഹൈപ്പോട്ടന്യൂസും നമുക്ക് തന്നിട്ടുണ്ട്, ബേസും തന്നിട്ടുണ്ട്. നമ്മുടെ എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്, ഓൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള പി ക്യു കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുന്നു, ഇവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. മനസ്സിലായോ? അപ്പോ എന്താ, ഓൾട്ടിറ്റ്യൂഡ്, ഇവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള പി ക്യു ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് പി ആർ സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്ന് പറയുന്നത് ക്യു ആർ സ്ക്വയർ. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് പി ആർ സ്ക്വയർ എന്ന് പറയുന്നത് 2 സ്ക്വയർ മൈനസ് ക്യു ആർ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ, 4 മൈനസ് 1 ഇസ് ഈക്വൽ ടു റൂട്ട് 3 യൂണിറ്റ്സ്. നമ്മൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളിലേക്ക് പോവാവേ. നമുക്കിതേ ആദ്യം ഒരു സ്ക്വയർ ഉണ്ട്, സ്ക്വയർ തന്നിട്ടുണ്ട്. ഇനി അടുത്ത ഫിഗറിൽ എന്താ കാണിച്ചേക്കുന്നത്, ഈ സ്ക്വയറിന്റെ ഡയഗണൽ വരച്ചേക്കുക. കണ്ടോ, ഒരു ഡയഗണൽ വരച്ചേക്കുക. സ്ക്വയറിന്റെ ഡയഗണൽ ഇതാണല്ലോ. ഇനി ഈ ഡയഗണലിന്റെ ലെങ്ത് സൈഡ് ആക്കിയിട്ട് നമ്മളിതേ വേറൊരു സ്ക്വയർ വരച്ചേക്കുക. മനസ്സിലായോ? ഈ ഡയഗണലിന്റെ ലെങ്ത് സൈഡ് ആക്കിയിട്ട് നമ്മളിതേ വേറൊരു സ്ക്വയർ വരച്ചേക്കുക. അപ്പോ നമ്മൾ ഇതിനകത്ത് കാണാൻ പോകുന്നത് ഈ ഒരു ചെറിയ സ്ക്വയറിന്റെ ഏരിയയും ഈ വലിയ സ്ക്വയറിന്റെ ഏരിയയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ? ഈ ചെറിയ സ്ക്വയറിന്റെ ഡയഗണല് ലെങ്ത് ആക്കി സൈഡാക്കി നമ്മളൊരു വലിയൊരു സ്ക്വയർ വരച്ചു. ഈ ചെറിയ സ്ക്വയറും ഈ ഒരു വലിയ സ്ക്വയറും തമ്മിലുള്ള അതിന്റെ ഏരിയാസ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ഇതിനെ 4 ആയിട്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യുക. ഇതിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ ഓക്കെ ഈ വലിയ സ്ക്വയറിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുക. മനസ്സിലായല്ലോ? ഇനി ഈ ചെറിയ സ്ക്വയർ നോക്കുവാണെങ്കിൽ ഈ ഒരു ചെറിയ ട്രയാങ്കിൾ കണ്ടോ, ഈ ചെറിയ ട്രയാങ്കിൾ 2 എണ്ണം ചേരുന്നതല്ലേ ഈ ഒരു ചെറിയ സ്ക്വയർ എന്ന് പറയുന്നത്. ഈ ചെറിയ സ്ക്വയർ എന്ന് പറയുന്നത് ഇതുപോലുള്ള 2 ട്രയാങ്കിൾ ചേരുന്നതാണല്ലോ. അതുപോലെ തന്നെ ഈ ഒരു വലിയ സ്ക്വയർ എന്ന് പറയുന്നത് ഈ ചെറിയ ട്രയാങ്കിൾ 4 എണ്ണം ചേരുന്നതാണല്ലോ. ഇവിടെ 1 2 3 4 എണ്ണം ചേരുന്നതാണ് വലിയ സ്ക്വയർ. അതുപോലെ ഈ ചെറിയ ട്രയാങ്കിൾ 2 എണ്ണം ചേരുന്നതാണ് ഈ ചെറിയ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോ ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താ, ഈ ചെറിയ സ്ക്വയറിന്റെ ഏരിയയുടെ 2 ടൈംസ് ആണല്ലോ. ഇത് 2 എണ്ണമാണ്, ഇത് 4 ആണ്. അപ്പൊ ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ എന്ന് പറയുന്നത് ഈ ചെറിയ സ്ക്വയറിന്റെ ഏരിയയുടെ 2 ടൈംസ് ആണ്. ഈ 2 ടൈംസ് ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ. അപ്പൊ ആ ഒരു റിലേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണെന്ന്. ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യം ഒന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ,
ഇതിനകത്ത് നമുക്കൊരു സ്ക്വയർ തന്നിട്ടുണ്ട് ABCD. അതിന്റെ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. ഇതിന്റെ ഏരിയ എന്തായിരിക്കും? നമുക്കറിയാം ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് സൈഡ് സ്ക്വയർ അല്ലേ? ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ അതിൻ്റെ ഉള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സൈഡ് സ്ക്വയർ ആണ്. ഇവിടുത്തെ സൈഡിന്റെ ലെങ്ത് എത്രയാ? 1 സ്ക്വയർ. 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 സ്ക്വയർ യൂണിറ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 1 സ്ക്വയർ യൂണിറ്റ് ആണ്. ഇനി നോക്കിയേ, ഇതിനകത്ത് നമ്മൾ നേരത്തെ വരച്ച ഈ ABCD എന്ന് പറയുന്ന ആ ഒരു സ്ക്വയറിന്റെ ഡയഗണൽ വരച്ചിട്ട് അതിന്റെ ലെങ്ത് സൈഡ് ആക്കിയിട്ട് നമ്മൾ ഒരു സ്ക്വയർ വരച്ചേക്കുക. ഇനി നമ്മൾ ഇതിന്റെ ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ കാണാൻ പോവുക. ഇതിന്റെ ഈ സ്ക്വയറിന്റെ ഏരിയയുടെ ഇരട്ടിയാണോ ഈ സ്ക്വയറിന്റെ ഏരിയ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്ക്വയറിന്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സൈഡ് ലെങ്ത് എന്താണെന്ന് അറിയണമല്ലോ. ഈ ഒരു സൈഡ് ലെങ്ത് എന്താണെന്ന് അറിയണം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പൈതഗോറസ് തിയറം ആണ്. കാരണം ഇവിടെ 90 ഡിഗ്രി ആണ്. ഈ സൈഡും അറിയാം. ഈ ഒരു സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക്, കാരണം ഈ സൈഡ് ഹൈപ്പോട്ടന്യൂസ് ആണ്, അപ്പൊ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. DB is equal to hypotenuse is equal to square root of base square plus altitude square. അതായത് AB square plus AD square is equal to എത്രയാ? root of 1 square plus 1 square is equal to √2. അപ്പൊ ഈ സൈഡിന്റെ ലെങ്ത് എത്രയെന്ന് കിട്ടി? √2 യൂണിറ്റ് എന്ന് കിട്ടി. അതായത് ഈ ഒരു സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് എത്രയാണ്? √2 ആണ്. അപ്പോ ആ ഒരു സ്ക്വയറിന്റെ ഏരിയ ഓഫ് സ്ക്വയർ DBFE എന്ന് പറയുന്നത് എത്രയാണ്? സൈഡ് സ്ക്വയർ അല്ലേ? സൈഡ് സ്ക്വയർ എന്ന് പറയുന്നത് √2 സ്ക്വയർ. √2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ്. 2 സ്ക്വയർ യൂണിറ്റ്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യം നമ്മളിത് ഇവിടെ വെരിഫൈ ചെയ്ത് വെച്ചു. ഇവിടെ എന്തായിരുന്നു പറഞ്ഞു? നമുക്കൊരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിന്റെ ഡയഗണല് സൈഡ് ലെങ്ത് ആക്കി നമ്മളൊരു സ്ക്വയർ വരച്ച ഈ ചെറിയ സ്ക്വയറിന്റെ ഏരിയയുടെ ഇരട്ടി ആയിരിക്കും ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ നമ്മളിവിടെ പറഞ്ഞു. അത് നമ്മളിതേ ഇവിടെ വെരിഫൈ ചെയ്തു. 1 യൂണിറ്റ് സൈഡ് ലെങ്ത് ഉള്ള ഒരു സ്ക്വയർ വരച്ചു. അതിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാ? 1 സ്ക്വയർ യൂണിറ്റ്. ഇനി നമ്മൾ എന്താ ചെയ്ത? ഇതിൽ ഒരു ഡയഗണൽ വരച്ചു. അതിന്റെ ഡയഗണൽ വരച്ചിട്ട് എന്ത് ചെയ്തു? അവിടെ നമ്മളൊരു ആ സൈഡ് ലെങ്ത് ആയിട്ട് നമ്മളൊരു സ്ക്വയർ വരച്ചു. അതിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. എത്ര കിട്ടി? 2 സ്ക്വയർ യൂണിറ്റ് എന്ന് കിട്ടി. അതായത് ഈ ചെറിയ സ്ക്വയറിന്റെ ഏരിയയുടെ ഇരട്ടിയാണ് വലിയ സ്ക്വയറിന്റെ ഏരിയ അല്ലെ? ഇവിടെ 1ഉം 2, 1ന്റെ ഇരട്ടിയാണ് 2. ചെറിയ സ്ക്വയറിന്റെ ഏരിയയുടെ ഇരട്ടിയാണ് ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. What is the area of a square drawn on the height of an equilateral triangle of side 2 cm? എന്ന് വെച്ചാൽ എന്താ? ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണല്ലോ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ്. ഈ ഹൈറ്റ് സൈഡ് ലെങ്ത് ആക്കിയിട്ട് നമ്മൾ ഒരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ ഡ്രോൺ ഓൺ ഹൈറ്റ് ഓഫ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 2 സെന്റിമീറ്റർ. സൈഡ് 2 സെന്റിമീറ്റർ ഉള്ള ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റില് വരയ്ക്കുന്ന ഒരു സ്ക്വയർ, അതിന്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതാണ് ഇവിടെ വരച്ചേക്കുന്നത്. ഇതിന്റെ ഹൈറ്റ് സൈഡ് ലെങ്ത് ആക്കി ഒരു സ്ക്വയർ വരച്ചേക്കുക. കണ്ടോ? ഈ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ്. ആ ഹൈറ്റിലാണ് നമ്മൾ ഈ സ്ക്വയർ വരച്ചേക്കുന്നത്. ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏരിയ കാണണമെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് ലെങ്ത് കാണണ്ടേ? ഈ ഒരു സൈഡ് ലെങ്ത് നമുക്ക് എങ്ങനെ കാണാമെന്ന് നോക്കാം. നമുക്കറിയാം ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണല്ലോ ഇത്. അത് ഈ ഒരു സൈഡിനെ ഈക്വൽ ആക്കി ഡിവൈഡ് ചെയ്യും. അപ്പൊ ഈ ഒരു സൈഡ് എത്രയായിരിക്കും? 1 സെന്റിമീറ്റർ ആയിരിക്കും. ഇതും എത്രയായിരിക്കും? 1 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. ABC. അത് നമുക്ക് ഇവിടെ കൊടുക്കാം. ABC. ഇത് DEF. ഓക്കെ, ഇത് ഒരു ഹൈറ്റ് ആയതുകൊണ്ട് ഈ ഒരു സൈഡ് എന്തായിരിക്കും? ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആണ്. അതുപോലെ ഈ ഒരു BD എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്.
ഓക്കെ, ഈ ഒരു എ ബി ഡി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലേ? അതിന്റെ ഹൈപ്പോട്ടന്യൂസും തന്നിട്ടുണ്ട്, ബേസും തന്നിട്ടുണ്ട്. നമുക്ക് ഈ സൈഡ് കാണണമെങ്കിൽ, എ ഡി കാണണമെങ്കിൽ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തൂടെ? ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്ന് പറയുന്ന പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തൂടെ? നമുക്കിവിടെ ബി ഡി ഈക്വൽ ടു 1 സെന്റിമീറ്റർ എന്നുണ്ട്, എ ബി ഈക്വൽ ടു 2 സെന്റിമീറ്റർ എന്നും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഡി എങ്ങനെ കാണാം? എ ഡി ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് അല്ലേ? ഓൾട്ടിറ്റ്യൂഡ് ഇസ് ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് എ ബി സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്ന് പറയുന്നത് ബി ഡി സ്ക്വയർ ഇസ് ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ ബി സ്ക്വയർ എന്ന് പറയുന്നത് 2 സ്ക്വയർ മൈനസ് ബി ഡി സ്ക്വയർ എന്ന് പറയുന്നത് 1 സ്ക്വയർ ഇസ് ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 മൈനസ് 1 ഇസ് ഇക്വൽ ടു റൂട്ട് 3 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ ഈ ഒരു സൈഡ് ലെങ്ത്, ആ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? റൂട്ട് 3 ആണ്. സൈഡ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചൂടെ? ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത്, ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് സൈഡ് സ്ക്വയർ അല്ലേ? സൈഡ് സ്ക്വയർ, അതായത് ഈക്വൽ ടു റൂട്ട് 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് 3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എത്രയെന്ന് കിട്ടി? 3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈ രണ്ട് വാല്യൂസും കാണാതെ പഠിച്ചു വെക്കണം. റൂട്ട് 2ന്റെയും റൂട്ട് 3യുടെയും വാല്യൂസ്. റൂട്ട് 2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.41421 എക്സെട്ര എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് അത്രയും പഠിക്കണ്ട, അതിന്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ പഠിച്ചു വെച്ചാൽ മതി, 1.414. അപ്പൊ റൂട്ട് 2ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1.414. അതേപോലെ റൂട്ട് 3യുടെ വാല്യൂവും പഠിക്കണം. റൂട്ട് 3 ഇസ് ഇക്വൽ ടു 1.73205, അങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് അതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ പഠിച്ചാൽ മതി, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.732. അപ്പൊ റൂട്ട് 2ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1.414, റൂട്ട് 3യുടെ അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1.732. ഇതും നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. അതുപോലെ ഒരു കാര്യവും കൂടെ നിങ്ങൾ ഇതിനകത്ത് പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ബോക്സിനകത്ത് കിടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, റൂട്ട് എക്സ് ഈസ് ദി സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് ഏരിയ എക്സ്. അതായത് നമുക്കൊരു സ്ക്വയർ ഉണ്ട്, അതിന്റെ ഏരിയ എക്സ് എന്ന് തന്നു കഴിഞ്ഞാൽ അതിന്റെ സൈഡ് ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? റൂട്ട് എക്സ് എടുക്കണം. മനസ്സിലായോ? റൂട്ട് എക്സ് ഈസ് ദി സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് ഏരിയ എക്സ്. ഒരു സ്ക്വയറിന്റെ ഏരിയ എക്സ് ആണെങ്കിൽ അതിന്റെ സൈഡ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? റൂട്ട് എക്സ് കണ്ടുപിടിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്ക്വയർ, അതിന്റെ ഏരിയ ഇപ്പൊ നമുക്ക് 7 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? റൂട്ട് 7 ആയിരിക്കും. ഇപ്പോ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു 9 സെന്റിമീറ്റർ ആണെങ്കിൽ, സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിന്റെ സൈഡ് ലെങ്ത് എത്രയായിരിക്കും? റൂട്ട് 9 സെന്റിമീറ്റർ ആയിരിക്കും, 3 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി വേറൊരു സ്ക്വയർ, അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 11 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ സൈഡ് ലെങ്ത് എങ്ങനെ കണ്ടിരിക്കും? സൈഡ് ഇസ് ഇക്വൽ ടു റൂട്ട് 11 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇപ്പൊ ഒരു സ്ക്വയറിന്റെ ഏരിയ ഇസ് ഇക്വൽ ടു ഒരു 2 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിന്റെ സൈഡ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിന്റെ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആയിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്കൊരു സ്ക്വയറിന്റെ ഏരിയ തന്നു കഴിഞ്ഞാൽ അതിന്റെ സൈഡ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്തെടുത്താൽ മതി? അതിന്റെ റൂട്ട് എടുത്താൽ മതി. ഏരിയ 7 ആണെങ്കിൽ ആ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ റൂട്ട് 7 ആയിരിക്കും. ഏരിയ 9 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിന്റെ സൈഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ റൂട്ട് 9 ഇസ് ഇക്വൽ ടു 3 സെന്റിമീറ്റർ ആയിരിക്കും. ഏരിയ 11 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിന്റെ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് റൂട്ട് 11 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഏരിയ 2 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിന്റെ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് റൂട്ട് 2 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഈ ഒരു കാര്യവും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഇത് വെച്ചിട്ട് നമുക്കിനി അടുത്ത ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലത്തിലോട്ട് കടക്കാം. ഇനി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 25ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. We have seen in class 8 that any odd number can be written as the difference of two perfect square. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. ഏതൊരു ഓഡ് നമ്പറിനെയും രണ്ട് പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഡിഫറൻസ് ആക്കി എഴുതാൻ പറ്റും എന്നുള്ളത് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. Use this to draw squares of area 7 centimeter square and 11 centimeter square. ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ട് നമ്മൾ 7 സെന്റിമീറ്റർ സ്ക്വയറും 11 സെന്റിമീറ്റർ സ്ക്വയറും ഏരിയ ഉള്ള
സ്ക്വയേഴ്സ് വരയ്ക്കുക. വാട്ട് ആർ ദി ലെങ്ത് ഓഫ് ദീ സ്ക്വയേഴ്സ്? ഈ സ്ക്വയേഴ്സിന്റെ സൈഡിന്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം. We have seen in class 8 that any odd number can be written as the difference of two perfect square. അതായത് ഏതൊരു ഓഡ് നമ്പറിനെയും രണ്ട് പെർഫെക്റ്റ് സ്ക്വയറിനെ ഡിഫറൻസ് ആക്കി എഴുതാമെന്ന് ക്ലാസ് 8ൽ പഠിച്ചു. അതെങ്ങനെയാ പഠിച്ചത് നോക്കിയേ. അതായത് നമ്മൾ ഓഡ് നമ്പർ ആയിട്ടുള്ള 3നെ രണ്ട് പെർഫെക്റ്റ് സ്ക്വയറിന്, അതായത് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, രണ്ട് പെർഫെക്റ്റ് സ്ക്വയറിനെ ഡിഫറൻസ് ആക്കി എഴുതിയില്ലേ, ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 മൈനസ് 1 3. അതായത് ഓഡ് നമ്പറിനെ രണ്ട് പെർഫെക്റ്റ് സ്ക്വയറിനെ ഡിഫറൻസ് ആക്കി എഴുതാൻ പറ്റും. അതേപോലെ നമുക്ക് 5നെ എങ്ങനെ എഴുതാം? 5 ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് എഴുതാം. ഇനി അടുത്ത ഓഡ് നമ്പർ ആയിട്ടുള്ള 7നെ നമുക്ക് എങ്ങനെ എഴുതാം? 7 ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് എഴുതാം. അതേപോലെ അടുത്ത ഓഡ് നമ്പർ ആയിട്ടുള്ള 9നെ നമുക്ക് 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്ന് എഴുതാം. 11നെ നമുക്ക് എങ്ങനെ എഴുതാം? 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് എഴുതാം. ഇത് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ച എന്താ, ഏതൊരു ഓഡ് നമ്പറിനെയും രണ്ട് പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഡിഫറൻസ് ആക്കി എഴുതാം എന്നുള്ളത് നമ്മൾ എന്താ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. 3നെ നമുക്ക് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, 5നെ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, 7നെ 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, 11നെ 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ, ഈ രീതിയിൽ എഴുതാമെന്ന് 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചു. അതാണ് ഇവിടെ വരെ പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? യൂസ് ദിസ് ടു ഡ്രോ സ്ക്വയേഴ്സ് ഓഫ് ഏരിയ 7 സെന്റിമീറ്റർ സ്ക്വയർ ആൻഡ് 11 സെന്റിമീറ്റർ സ്ക്വയർ. ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് സ്ക്വയേഴ്സ് വരയ്ക്കണം. ഒരു സ്ക്വയറിന്റെ ഏരിയ 7 സെന്റിമീറ്റർ സ്ക്വയറും ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 11 സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയുള്ള രണ്ട് സ്ക്വയേഴ്സ് വരയ്ക്കണം. അതെങ്ങനെ വരയ്ക്കുന്നേന്ന് നോക്കാം. നമുക്കിവിടെ 7ഉം 11ഉം അല്ലേ വന്നേക്കുന്നത്. ഇവിടെ 7ഉം 11ഉം വന്നേക്കുന്ന രണ്ടെണ്ണം നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, 7 ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, 11 ഈസ് ഈക്വൽ ടു 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. ഇനി എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്ക്വയർ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ഏരിയ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 7 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ തന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്വയർ വരയ്ക്കണമെങ്കിൽ അതിന്റെ ഏരിയ മതിയോ? അല്ല, സൈഡ് ലെങ്ത് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് സൈഡ് ലെങ്ത് കണ്ടുപിടിക്കാം. സൈഡ് ലെങ്ത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു സ്ക്വയറിന്റെ ഏരിയ തന്നു കഴിഞ്ഞാൽ അതിന്റെ സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോ 7 സെന്റിമീറ്റർ, അതായത് നമുക്ക് വരയ്ക്കേണ്ട സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് √7 സെന്റിമീറ്റർ ആണ്. √7 സെന്റിമീറ്റർ നമുക്ക് സ്കെയിലിൽ അളന്നെടുത്ത് വരയ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നമുക്ക് വേറെ രീതിയിൽ വേണം ഈ ഒരു സ്ക്വയറിന്റെ ഈ √7 സെന്റിമീറ്റർ എന്ന് പറയുന്ന ആ ഒരു ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ ഇത് യൂസ് ചെയ്യാനാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ഇവിടെ എന്താ തന്നേക്കുന്നത്? 7 ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്നാണ് തന്നേക്കുന്നത് അല്ലേ. 7 ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. നമുക്ക് ഇവിടെ 7 ആണോ വേണ്ടത്? അല്ലല്ലോ, √7 അല്ലേ വേണ്ടത് സൈഡ് ലെങ്ത്. അപ്പൊ നമ്മൾ രണ്ട് സൈഡിനും റൂട്ട് എടുക്കുക. √7 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് കിട്ടി. നോക്കിക്കേ, ഇത് നമുക്ക് പൈതഗോറസ് തിയറവുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ഒരു റഫ് ഫിഗർ വരയ്ക്കാം. നോക്കി, ഇതിന്റെ അർത്ഥം എന്താ? ഓക്കെ, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളില് ഇവിടെ മൈനസ് കിടക്കുന്നുണ്ട്. ഈ തന്നേക്കുന്നത് എന്താ? ഹൈപ്പോട്ടന്യൂസ് ആണ്. അതായത് ഹൈപ്പോട്ടന്യൂസ് 4ഉം ബേസ് 3യുമായിട്ട് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ഇവിടെ കിട്ടുന്ന ഈ ഒരു സൈഡ് പൈതഗോറസ് തിയറം വെച്ചിട്ട് എന്തായിരിക്കും? √7 സെന്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായോ? പൈതഗോറസ് തിയറമായിട്ട് ഈ ഒരു ഇതിനെ നമ്മൾ കണക്ട് ചെയ്തേക്കുക. പൈതഗോറസ് തിയറം വെച്ചിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇത് പൈതഗോറസ് തിയറം ആണ്. അപ്പൊ പൈതഗോറസ് തിയറമായിട്ട് ഇത് കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. എന്താ? നമ്മളൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വരച്ചിട്ട് അതിന്റെ ഹൈപ്പോട്ടന്യൂസ് 4ഉം ബേസ് 3യുമായിട്ട് നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് √7 ആണെന്ന് കിട്ടി. അപ്പൊ √7 എന്ന് പറയുന്ന ലെങ്ത് നമുക്ക് കിട്ടുമല്ലോ. ആ ഒരു ലെങ്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇതൊരു റഫ് ഫിഗർ ആണ്. നമ്മൾ എപ്പോഴും ഫിഗർ നമ്മൾ ഫെയർ ആയിട്ട് വരയ്ക്കുന്നതിന് മുമ്പ് നമ്മളൊരു റഫ് ഫിഗർ നമ്മൾ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. നമുക്കപ്പോ ഈ ഒരു ഐഡിയ മനസ്സിലായല്ലോ, എങ്ങനെയാണ് 7 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ളൊരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു ഐഡിയ വെച്ചിട്ട് സ്ക്വയർ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഓക്കെ,
ഇനി നമുക്ക് ഈ ഒരു റഫ് ഫിഗർ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് നമുക്ക് ഫെയർ ആയിട്ട് നമുക്ക് ആ ഫിഗർ വരയ്ക്കാം. ഏറ്റവും ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വരയ്ക്കണം. അതിന്റെ ബേസ് 3 ആയിരിക്കണം, 3 സെന്റിമീറ്റർ ആയിരിക്കണം. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആയിരിക്കണം. അപ്പൊ ആ ഒരു രീതിയിൽ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ബേസ് ആയിട്ടുള്ള 3 സെന്റിമീറ്റർ വരയ്ക്കുക. ഓക്കെ, സ്കെയിൽ എടുത്തിട്ട് 3 സെന്റിമീറ്റർ വരയ്ക്കുക, ബേസ് ആക്കി വരയ്ക്കുക. ഇനി നമ്മൾ ചുമ്മാ ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ 4 സെന്റിമീറ്റർ അങ്ങനെ വരയ്ക്കരുത്. കാരണം അങ്ങനെ വരച്ചാൽ നമുക്ക് ചിലപ്പോൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കിട്ടിയെന്ന് വരത്തില്ല. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെയല്ലേ നമുക്കൊരു റൈറ്റ് ആംഗിൾ വരേണ്ടത്. ആ ഒരു റൈറ്റ് ആംഗിൾ നമ്മൾ ആദ്യം വരയ്ക്കുക. നിങ്ങൾക്ക് പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്തിട്ട് യൂസ് ചെയ്യാൻ അറിയാലോ. ഇതിന്റെ ഈ ഒരു പോയിന്റ് നമ്മൾ അറ്റത്ത് വെക്കുക. അറ്റത്ത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ലൈനും നമ്മളുടെ ഈ ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് വെക്കുക. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. കണ്ടോ, 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ആ ഒരു പെർപെൻഡിക്കുലർ സൈഡ്സ് രണ്ടും ആദ്യം വരയ്ക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് കിട്ടി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 സെന്റിമീറ്റർ അല്ലേ വേണ്ടത്? ഓക്കെ, 4 സെന്റിമീറ്റർ അല്ലേ വേണ്ടത്? അതെങ്ങനെയാ വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കോമ്പസിനകത്ത് 4 സെന്റിമീറ്റർ സ്കെയിലിൽ എടുക്കുക. 4 സെന്റിമീറ്റർ സ്കെയിലിൽ അളന്നെടുക്കുക. കണ്ടോ, ഇതേപോലെ 4 സെന്റിമീറ്റർ സ്കെയിലിൽ കറക്റ്റ് ആയിട്ട് അളന്നെടുക്കുക. ഇതേപോലെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ വെച്ചിട്ട് ഈ പെർപെൻഡിക്കുലറിലോട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ഇങ്ങനെ കണ്ടോ, ആർക്ക് വരച്ചു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ആ പോയിന്റും ഈ പോയിന്റും കൂടി സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യുക. കറക്റ്റ് ആയിട്ട് വരയ്ക്കണേ. സ്കെയിൽ വെച്ച് ഇങ്ങനെ ജോയിൻ ചെയ്യുക. കണ്ടോ, അപ്പൊ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കിട്ടി. അതിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന 4 ആണ്, ബേസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഇവിടെ കിട്ടുന്ന ഈ ഒരു സൈഡ് പൈതഗോറസ് തിയറം വെച്ചിട്ട് എന്തായിരിക്കും? √7 ആയിരിക്കും. അപ്പൊ √7 കിട്ടി. √7 ഇത്ര ഈ ഒരു ലെങ്ത് നമുക്ക് എത്രയാണെന്ന് കിട്ടി? √7 ആണെന്ന് കിട്ടി. ഇനി ഈ √7 സൈഡ് ലെങ്ത് ആയിട്ട് നമുക്ക് എന്ത് വരയ്ക്കണം? ഒരു സ്ക്വയർ വരയ്ക്കണം. അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഏറ്റവും ആദ്യം സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സൈഡും ഈക്വലും ആണ്. ഓരോ ആംഗിളും എത്രയാണ്? 90 ഡിഗ്രി ആണ്. നമ്മൾ ഇവിടെ 90 ഡിഗ്രി വരയ്ക്കണം അല്ലേ? ഇതാ ഇവിടെ ഇങ്ങോട്ട് 90 ഡിഗ്രിയും വേണം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 90 ഡിഗ്രിയും വേണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് 90 ഡിഗ്രി എങ്ങനെ വരയ്ക്കാം? കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പോയിന്റും ആ എൻ പോയിന്റും കോയിൻസൈഡ് ചെയ്യണം. ഈ ലൈനും കൂടെ കോയിൻസൈഡ് ചെയ്യണം. ആ രീതിയിൽ വേണം പ്രൊട്രാക്ടർ വെക്കാൻ. കണ്ടോ, ഇതേപോലെ കോയിൻസൈഡ് ചെയ്ത് നിൽക്കണം. എന്നിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ, 90 ഡിഗ്രി വരച്ചു. അതേപോലെ ഇവിടെയും 90 ഡിഗ്രി വരയ്ക്കുക. ഇതേപോലെ ഈ 2 പോയിന്റും കൂടി ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ലെങ്ത് ഇത്രയും ലെങ്ത്തിൽ വേണോ? വേണ്ട. നമുക്ക് ഏത് ലെങ്ത് എടുക്കേണ്ടത്? √7 ലെങ്ത് ആണ് വേണ്ടത്. √7 ലെങ്ത് എന്ന് വെച്ചാൽ ഇവിടം തൊട്ട് ഇവിടം വരെയല്ലേ √7 ലെങ്ത് എന്ന് പറയുന്നത്. ആ ഒരു ലെങ്ത് നമ്മൾ കോമ്പസിൽ അളന്നെടുക്കുക. അളന്നെടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ആർക്ക് വരയ്ക്കുക. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ആർക്ക് വരയ്ക്കുക. അപ്പൊ നമുക്ക് 2 പോയിന്റ് കിട്ടിയല്ലോ, ഈ പോയിന്റും ഈ പോയിന്റും. അപ്പൊ നമുക്ക് ഇനി ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്ക്വയർ കിട്ടി. അതിന്റെ സൈഡ് ലെങ്ത് എല്ലാം എന്താണ്? √7 ആണ്. നമുക്കൊരു സ്ക്വയർ കിട്ടി. അതിന്റെ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് √7 ആണ്. അതായത് ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? 7 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അതായത് ഈ ഒരു സ്ക്വയർ ABCD എന്ന് പറയുന്ന സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഏരിയ ഓഫ് ABCD എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7. ഇനി നമുക്ക് 11 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന സ്ക്വയർ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് നോക്കാം അല്ലെ. രണ്ടാമത്തെ സ്ക്വയർ അങ്ങനെയല്ലേ കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന അതിന്റെ ഏരിയ എന്ന് പറയുന്ന എത്രയും തന്നിട്ടുണ്ട്?
11 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അതായത് അതിന്റെ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് √11 സെന്റിമീറ്റർ ആണ്. ഇനി ഈ √11 എങ്ങനെ കിട്ടും? നോക്കി, ഇവിടെ 11 വരുന്നത് 11 is equal to 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ആണ്. അതായത് √11 ആണ്, 11 അല്ലല്ലോ നമുക്ക് വേണ്ട, √11 അല്ലേ വേണ്ടത്. √11 കിട്ടാൻ വേണ്ടി രണ്ട് സൈഡിൽ സ്ക്വയർ റൂട്ട് എടുക്കുക. √11 is equal to √6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ഐഡിയ നമ്മൾ പൈതഗോറസ് തിയറമായിട്ട് കണക്ട് ചെയ്യാം. പൈതഗോറസ് തിയറമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടാം? നമുക്കൊരു റഫ് ഫിഗർ നോക്കാം. നമ്മുടെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് 6ഉം ബേസ് 5ഉമായിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് ആയിട്ട് കിട്ടുന്ന ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? √11 ആയിരിക്കും. പൈതഗോറസ് തിയറം ആയിട്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്തതാ. എന്താ നോക്കിയേ, ഹൈപ്പോട്ടന്യൂസ് 6ഉം ബേസ് 5ഉമായിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് എത്രയെന്ന് കിട്ടി? √11 എന്ന് കിട്ടി. അപ്പോൾ √11 സൈഡ് ലെങ്ത് നമുക്ക് ഇത്രയും ആണെന്ന് കിട്ടും. അപ്പൊ ആ ഒരു സൈഡ് ലെങ്ത് വെച്ചിട്ട് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? ഒരു സ്ക്വയർ വരയ്ക്കാൻ പറ്റും. ഇതുപോലെ തന്നെ, ഇത് ചെയ്തതുപോലെ തന്നെ നമുക്കിപ്പോ ഒരു റഫ് ഫിഗർ ഉണ്ട്. ഈ റഫ് ഫിഗർ വെച്ചിട്ട് റെഫറൻസ് ആക്കി വെച്ചിട്ട് നമുക്ക് ഫെയർ ആയിട്ട് ഫിഗർ വരയ്ക്കാം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മളൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം അല്ലേ? അതിന്റെ ബേസ് 5 ആയിരിക്കണം, അതുപോലെ ഹൈപ്പോട്ടന്യൂസ് 6 ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം 5 സെന്റിമീറ്റർ, ഓക്കെ, 5 സെന്റിമീറ്ററിൽ നമ്മളൊരു ബേസ് വരയ്ക്കുന്നു. 5 സെന്റിമീറ്ററിൽ വരയ്ക്കുന്നു. നമ്മൾ 6 ഇങ്ങനെ വരച്ച് വെക്കരുത്, കാരണം പല പല ലെങ്ത് ആവും. ഇങ്ങനെയൊക്കെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം എന്ത് വരയ്ക്കുക? ഇവിടുന്ന് ഇങ്ങോട്ടൊരു റൈറ്റ് ആംഗിൾ വരയ്ക്കുക. പ്രൊട്രാക്ടർ കറക്റ്റ് ആയിട്ട് ഈ പോയിന്റും കൂടി കോയിൻസൈഡ് ചെയ്യണം. ഈ ലൈനും കൂടി കോയിൻസൈഡ് ചെയ്യണം. ആ രീതിയിൽ കറക്റ്റ് ആയിട്ട് വെച്ചാലേ 90 ഡിഗ്രി കിട്ടത്തുള്ളൂ. നമ്മൾ 90 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 90 ഡിഗ്രി മാർക്ക് ചെയ്ത് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് ഇങ്ങോട്ട് 6 സെന്റിമീറ്റർ ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ കോമ്പസ് എടുത്തിട്ട് 6 സെന്റിമീറ്റർ നമ്മൾ സ്കെയിലിൽ അളക്കണം. 6 സെന്റിമീറ്റർ സ്കെയിലിൽ അളക്കുക. ഇങ്ങനെ 6 സെന്റിമീറ്റർ സ്കെയിലിൽ അളന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് എടുക്കണേ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. കണ്ടോ? ഇതിന് തട്ടുന്ന രീതിയിൽ നമ്മൾ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റും ഈ പോയിന്റും കൂടി ജോയിൻ ചെയ്യുക. ഓക്കെ, ഓക്കെ, രണ്ടും കൂടി കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. അപ്പൊ ഇത് എത്ര സെന്റിമീറ്റർ എന്ന് കിട്ടി? 6 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇത് 90 ഡിഗ്രി ആണ്. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇത് 6, ഹൈപ്പോട്ടന്യൂസ് 6ഉം ബേസ് 5ഉം ആണെങ്കിൽ പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇവിടെ വരുന്ന സൈഡ് എന്ന് പറയുന്നത് √11 ആണ്. അപ്പൊ √11 നമുക്ക് കിട്ടിയല്ലോ, ആ ഒരു സൈഡ് ലെങ്ത് കിട്ടിയല്ലോ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഒരു സ്ക്വയർ വരയ്ക്കും. ഇവിടെ വരച്ച പോലെ തന്നെ നമുക്കൊരു സ്ക്വയർ വരയ്ക്കാം. എന്ത് ചെയ്യണം? ആദ്യം ഇവിടുന്ന് നമ്മളൊരു 90 ഡിഗ്രി വരയ്ക്കണം. ഓക്കെ, നമ്മളൊരു 90 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. നമുക്കൊരു പെർപെൻഡിക്കുലർ ആദ്യം വരയ്ക്കുന്നു ഇങ്ങോട്ട് 90 ഡിഗ്രി. ഇനി അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുക. 90 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കണം. നമുക്ക് ഇത്രയും ലെങ്ത് ആവശ്യമില്ല. √11 സൈഡ് ലെങ്ത് ആണല്ലേ വേണ്ടത്. അപ്പൊ √11 എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ അല്ലേ √11 എന്ന് പറയുന്നത്. ആ ഒരു ലെങ്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ കോമ്പസ് യൂസ് ചെയ്ത് എടുക്കുക. ഇത്രയും ലെങ്ത് എന്ന് പറഞ്ഞാൽ √11 ആണ്. ആ √11 വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അതേപോലെ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടും ഒരു ആർക്ക് വരയ്ക്കുക. നമുക്ക് 2 പോയിന്റ് കിട്ടിയല്ലോ. ഇത് √11 ആണ്, ഇത് √11 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് √11 സെന്റിമീറ്റർ ആണ്. അതായത് ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ഇതിനൊരു PQRS എന്ന് പറയുന്നത് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഏരിയ ഓഫ് PQRS എന്ന് പറയുന്നത് എത്രയായിരിക്കും? 11 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും.